പോയിക്കൊണ്ടിരിക്കുന്നത് ഹാംഷെയറിലുള്ള സ്കൾപ്ചേഴ്സ് ബൈ ലേക്ക് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്, കൂടുതലുണ്ട്, സോറി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ ഷിറാസ് ഷാഹുലുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട് വിനോദ് ഉണ്ട്, ദെൻ ബഷർ. അപ്പം ഇപ്പം ഇവിടെ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ പ്രിയറായിട്ട് ബുക്ക് ചെയ്യണം ടിക്കറ്റ്. അപ്പോൾ ഒരാൾക്ക് 12 pounds 50p ആണ് ചാർജ്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പം നമ്മൾ പോകുന്ന വഴി ഇതാണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 26 acres സ്കൾപ്ചർ പാർക്ക് ആൻഡ് ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ഗാലറി കഫേ കൂടിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള പിള്ളേരെ ഒന്നും അവർ അലോ ചെയ്യുന്നില്ല. ഈവൻ നമുക്ക് ബേബീസ് ഉണ്ടെങ്കിൽ കൂടി അവരെ അലോ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളത്തിന് അത്യാവശ്യം നല്ല ആഴമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡോഗ്സിനെ അവർ അലോ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ഡേയ്സ് ആൻഡ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെനസ്ഡേ ടു സൺഡേ 10 AM to 5 PM ആണ്. പിന്നെ അവിടെ ഹട്ട് ബുക്കിങ്സ് ഉണ്ട്. അത് നമുക്ക് ഇൻ ബിറ്റ്വീൻ 10 AM and 4:45 PM നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് 2 മൈലും കൂടിയേ ഉള്ളൂ. അപ്പോൾ പോണ കാഴ്ച ഞാൻ കാണിച്ചിട്ട് എത്താനുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പം ഇവിടെ ഓൾറെഡി ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പ്രീ ബുക്ക്ഡ് ടിക്കറ്റ്സ് ഓൺലിന്ന്. എന്തായാലും നമ്മൾ ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. നമ്മളിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കാർ പാർക്കിംഗ് കിട്ടിയില്ലായിരുന്നു. സോ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തത് കാണിക്കണമായിരുന്നു. സോ നമ്മളിവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചു, ടിക്കറ്റ് വെരിഫൈ ചെയ്തു. ആൻഡ് അവർ നമുക്കൊരു റൂട്ട് മാപ്പ് ഗൈഡ് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് സ്കൾപ്ചർ ബൈ ലേക്കിൻ്റെ ഓവറോൾ മാപ്പാണ്. സോ നമുക്ക് കയറി നോക്കാം. സോ നമ്മൾ ആസ് പെർ ദ മാപ്പ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഈ 37-ലാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും കയറാമെന്നാണ് അവർ പറഞ്ഞത്. സോ ഈ റെഡ് ബൗണ്ടറിയാണ് നമ്മുടെ ഓവറോൾ ബൗണ്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്കൾപ്ചർ. എങ്ങനെയുണ്ട്? ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ കുറേ ലേക്സ്, ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ റിവർ, ആൻഡ് റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഗാർഡൻ. സോ അവരെല്ലാവരും പോയിരിക്കുന്നത് ലെഫ്റ്റാണ്. സോ ലെഫ്റ്റ് പോയി നോക്കാം. അടുത്തതായിട്ട് ഞാൻ കണ്ടതാണ് ഈ ഒരു സ്കൾപ്ചർ. ഇത് ഈ പോണ്ടിൽ തന്നെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സംഭവമാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇൻ ബിറ്റ്വീൻ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഈ കപ്പിളിനെ. ഇവരിങ്ങനെ ഇവരുടെ ആ ഒരു ഓൾഡ് ഏജിൽ തന്നെ ഇങ്ങനെ കുശലൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. ഊഞ്ഞാലേക്ക് ആടി. പിന്നെ ഇവിടെ ഉള്ളതാണ് ഈ ഒരു ടേബിളും 4 ചെയർസും. സോ ഇതാണ് നമ്മുടെ മാപ്പ്. ആസ് പെർ ദ മാപ്പ് നമ്മൾ ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തു. നമ്മൾ ആർട്ടിസ്റ്റ് പൂൾ കണ്ടു. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് റെയിൻബോ ലേക്കാണ്. നമ്മളിപ്പോൾ ഫുഡ് ഉച്ചക്കലത്തെ ലഞ്ച് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. സോ നമ്മളിപ്പോൾ അത് ആദ്യം കഴിച്ചിട്ട് പിന്നെ എല്ലാവരും നടന്ന് കാണുമെന്ന് പറയുന്നത്. ഇവിടെ 26 acres ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് മൊത്തം കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറ്റുന്നത്ര കണ്ട് നിങ്ങളെ കാണിച്ചിട്ട്. നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, എല്ലാവരും കൂടി ഒരു മിക്സ്ഡപ്പ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണിത്. പക്ഷേ ഇറ്റ്സ് എ ലവ്ലി വെതർ. കാരണം എനിക്ക് ഭയങ്കര സണ്ണി ആയിട്ടുള്ളതും
ഡേ ഭയങ്കര ഇഷ്ടമാണ്. ഒപ്പം തന്നെ ഇവിടെ എന്ന് പറയുമ്പം സണ്ണി ഡേയും പക്ഷെ കുറച്ചും കൂടി തണുപ്പാകുമ്പോഴത്തേക്കും നല്ലൊരു രസമല്ലേ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇറ്റ്സ് റിയലി 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 ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെയും പിന്നെ പെറ്റ്സിനെ ഒന്നും ഇവർ അലോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കാമൻ ക്വൈറ്റ്. really nice. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ ഫുഡ് എവിടെ ഇരുന്ന് കഴിക്കണം എന്ന് ഡിസൈഡ് ചെയ്യാണ്. സ്പോട്ടൊക്കെ നോക്കുന്നുണ്ട് അവർ. സോ ലെറ്റ് ദം ഡിസൈഡ്. നമുക്ക് ഇവിടെ ഇത് ചുറ്റി ചുറ്റി കാണാം. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. വീണ്ടും ആ ഫുഡിൻ്റെ ഇതെല്ലാം ഒരു പാക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര വിശന്നിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങളിന്ന് രാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് പറ്റിയില്ല, കുറച്ച് ഡിലേ ആയി. സോ ഇപ്പോൾ സണ്ണി ഡേ ഒക്കെ പോയി ഭയങ്കര തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല, നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. ഓക്കെ, വെയിലൊക്കെ പോയി. പക്ഷെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് വെയിൽ വരും, പെട്ടെന്ന് തണുപ്പ് വരും, പെട്ടെന്ന് മഴ പെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ വിൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് മഴ പെയ്യാന്നുള്ളത്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസിലാണ്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൽ എന്താ പറയുക, നല്ല രസമുണ്ട് ഇവിടെ ഈ ഒരു ഊഞ്ഞാലിൽ ഇരിക്കാനൊക്കെ ആയിട്ട്. ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്നായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ഒരു റിവർ പോലത്തെ സംഭവമാണ്. പിന്നെന്താ, അടുത്തൊരു സ്റ്റാച്ചു ഞാൻ കാണിച്ചു തരാം. സോ അടുത്തൊരു സ്റ്റാച്ചു ആണ് ഇത്. ദിസ് വൺ. ഇതൊരു ലേഡി ഇങ്ങനെ ഈ ഒരു പോണ്ടിലേക്ക് നോക്കി നിൽക്കുന്നതാണ്. പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പോണ്ടാണ്. ഹലോ ഹലോ, കുറേ സംഭവങ്ങളുണ്ട്. വേറൊരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. അതൊരു എന്താ, ഒരു ഡോൾഫിൻ അങ്ങനെ ഒരു ടൈപ്പാണ് എനിക്ക് തോന്നുന്നത്. ഇത് വേറൊരു സംഭവമാണ്. കുറേ സ്വാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഓട്ട ആയതുകൊണ്ട് പല പല ഓരോ ലീവ്സും പല പല കളേഴ്സാണ്. അടുത്തൊരു സ്കൾപ്ചറാണ് ഇത്. ഇതൊക്കെ എന്താണ് മീൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ലൈക്ക് ഒരു ഫേസാണ് കാണുന്നത്, ഒരു സ്ലീപ്പിംഗ് ഫേസ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അറ്റ് ഫസ്റ്റ് ഞാനിത് കേട്ടപ്പോൾ സ്കൾപ്ചേഴ്സ് ബൈ ലേക്ക് എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ നോക്കുക കഴിഞ്ഞപ്പോൾ കുറേ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കിത് ഇങ്ങനെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളോട് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമാണെന്ന് പറഞ്ഞു. ഭയങ്കര കമൻ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷേനേക്കാളും നല്ലൊരു അടിപൊളി സ്ഥലമാണിത്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു സ്കൾപ്ചർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എന്താണ് മീൻ ചെയ്യണമെന്ന് എനിക്കും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്.
പിന്നെ ഉള്ളതാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്സ്. നമുക്ക് വേണമെങ്കിൽ നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വന്നിരുന്ന് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാം. നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. ബഷർ സ്കൂൾ പിള്ളേരെ പോലെ ബോട്ടിലൊക്കെ എടുത്തിട്ട് എന്നേക്കാ. എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. പിന്നെ അടുത്തൊരു സ്പോട്ട് ഉണ്ട് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിപ്പോൾ റിലാക്സ് ചെയ്യുന്നില്ല, നമ്മൾ പോയി നോക്കട്ടെ എന്താണ്. അവിടെയും ആ ഒരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു ഇതാണ്. സൗണ്ടിലെല്ലാം കേൾക്കാൻ പറ്റും കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലൊരു ഫാൻറ്റസി ആയിരുന്നു ഇങ്ങനത്തെ ഒരു ട്രീസിനോടൊക്കെ. ഈ ഒരു ബോൾ ഷേപ്ഡ് ആയിട്ടുള്ളതിന് എന്തോ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം എന്താണ്. കാണാൻ പറ്റുന്നുണ്ടോ? We have some other spot here. Wow! Shiraz is simply sitting and relaxing. Nice. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണിത്. The view is ഒരു വീട് വാങ്ങി അങ്ങോട്ട് സെറ്റിലായാലോ. I know that. Yes. ഇങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഒരേക്കർ പോലും കാണാൻ പറ്റാണ്ട് നടന്നു പോകുന്നുണ്ട്. വീണ്ടും അടുത്തൊരു സ്കൾപ്ചേഴ്സിലേക്ക് നിൽക്കുന്നുണ്ട്. സ്കൾപ്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. Come, let's walk. ഇതിപ്പോൾ വിൻ്റർ സ്റ്റാർട്ടിങ്ങിലാണ് വന്നത്. അപ്പോൾ ഓട്ടം സമയത്താണ് വന്നതെങ്കിൽ ഇതിനേക്കാളും നല്ല രസം ഉണ്ടാവുമായിരുന്നു. കാരണം ഇപ്പം ഈ യെല്ലോ ലീവ്സും ഈ റെഡ് ഓറഞ്ച് അങ്ങനെയുള്ള കളേഴ്സൊക്കെ കൂടുതലായിരിക്കും. എനിക്ക് അങ്ങനെയുള്ള കളേർഡ് ലീവ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓട്ടത്തിലാണ് വരണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ ഒരു ബ്രിഡ്ജ് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ ഒരു വാട്ടറിൽ നമുക്ക് ഒരു നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കോട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ലവ് ബിൽഡ്സ് ബ്രിഡ്ജസ് വേർ ദെർ ആർ നൺ. ഇതുപോലെ തന്നെ കുറേ കോട്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല മീനിങ് ഫുൾ കോട്ട്സ് അവർ ഈ ഒരു ലേക്സിൻ്റെ സൈഡിലായിട്ടും സ്കൾപ്ചേഴ്സിലായിട്ടൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്.
ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂണാണോ മഷ്റൂം ആണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ കുറേ നടന്ന് കുറച്ച് ആവശ്യതയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. വെരി നൈസ്. അടിപൊളി വ്യൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. എനിക്ക് ശരിക്കും ഇഷ്ടമായി ഈ സ്ഥലം. ഒരുപാട് നടന്നു, പക്ഷേ ആ ഒരു ക്ഷീണമൊന്നും അറിയുന്നില്ല. കാരണം മേ ബി ക്ലൈമറ്റ് നല്ലതാണ്, അതുപോലെ തന്നെ വ്യൂവും നല്ല അടിപൊളിയാണ്. പിന്നെ കുറച്ച് നമ്മൾ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ച പോലെ കുറേ ഏരിയാസ് അവർ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫുള്ളൊന്നും കണ്ടില്ല, കുറച്ച് ഭാഗം മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതേ ഞങ്ങളൊരു ഭാഗം കംപ്ലീറ്റ് ചെയ്തതേ തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ പ്ലാന്റ്സ് വാങ്ങിക്കാം കേട്ടോ. സോ ഈ ഒരു പ്ലാന്റിനാണെങ്കിൽ 12.95. ബ്ലൂ സിഞ്ചർ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാന്റ്സ് വാങ്ങി കൊണ്ടുപോകുന്നതാണ്. ഇതെല്ലാം ഓർഗാനിക് പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ഓർമ്മയായി. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇൻസൈഡ്. സോ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ food item. So their menu, so they have got some coffee, tea, cold drinks, white wine, red wine, and some some kind of mains as well. I'll take coffee with it. I apologise. I've taken it all in. Thank you. You brown sugar are you saying? നമ്മുടെ കോഫിയൊക്കെ എത്തിയിട്ടുണ്ട്. കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇതോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ്. സബ്വേയിൽ എൻ്റെ ഫേവറേറ്റ് കുക്കിയാണിത്. ഇതും എൻ്റെ ഫ്രണ്ട് സ്വന്തം കൈയാൽ ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ? അതെ, മേനന്ന് എടുത്തോണ്ടാണോ? ഞാനടുത്ത സബ്വേയിലെ മാനേജറാണ്. സോ ഞാൻ കാണാൻ വരുമ്പോൾ ഈ കുക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. വണ്ടിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. എൻ്റെ കൂടെ മിസ്റ്റർ വിനോദ് ചാക്കോ ഉണ്ട്. മസിൽ പിടിച്ച് കിടക്കണം. ഞാൻ എൻ്റെ അടുത്തതായിട്ട് ബഷറുണ്ട്. എല്ലാവരും നടന്ന് ക്ഷീണിച്ച് ആവശ്യത്തെയായി. സോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എല്ലാവരും കഴിഞ്ഞു. ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇന്നത്തെ ദിവസം? നല്ലൊരു നമുക്ക് ഭയങ്കര റിഫ്രഷ്മെന്റ് തോന്നുന്നുണ്ടല്ലേ ബഷീർ? അതെ, ബഷീർ ശരിക്കും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ബോൺമൗത്തിൽ നിന്നിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ബഷീറിന് കുറച്ച് ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലം വേണമെന്നായിരുന്നു ഒരു റിക്വസ്റ്റ്. അപ്പൊ ഇന്ന് മൊത്തം പുള്ളി ഫ്രഷ് എയർ നന്നായിട്ട് ശ്വസിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ ഒരു ദിവസം എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ വ്ലോഗ് ഇടാം.
അതുവരെ ടിൽ ദെൻ ബൈ.